നമസ്കാരം. വാർത്താനേരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 1.5 ലക്ഷം കടന്നു. ഒരു പവൻ സ്വർണത്തിൽ 1040 രൂപ കൂടി 50,400 രൂപയിലെത്തി. യേശുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ദുഃഖവെള്ളി. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും. മലയാറ്റൂർ മല ചവിട്ടാൻ ആയിരങ്ങൾ. മണിപ്പൂരും പൗരത്വവും പരാമർശിച്ച് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. ഒരു പൗരനെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ അത് രാജ്യത്തിന്റെ പരാജയമെന്ന് മാർ തോമസ് തറയിൽ. കോഴിക്കോട് പേരാമ്പ്ര അനു കൊലക്കേസിൽ പ്രതി മുജീബിന്റെ ഭാര്യ അറസ്റ്റിൽ. റൌഫീനിയുടെ അറസ്റ്റ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന്. അനുവിന്റെ സ്വർണം വിറ്റുകിട്ടിയ പണം പോലീസ് കണ്ടെടുത്തു. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസ് പ്രതി നിതീഷിനെതിരെ ഒരു ബലാത്സംഗ കേസ് കൂടി. കേസ് സുഹൃത്തിന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്തതിന്. പീഡനം വീട്ടുകാർക്ക് അപകടം സംഭവിക്കുമെന്ന് വിശ്വസിപ്പിച്ച്. പത്തനംതിട്ട അടൂരിലെ വാഹനാപകടത്തിൽ ദുരൂഹത. വിനോദയാത്രയ്ക്ക് പോയ അനൂജയെ ഹാഷിം കാറിൽ കയറ്റിക്കൊണ്ടുപോയി. അമിത വേഗതയിൽ കാർ ലോറിയിൽ ഇടിപ്പിച്ചതോ എന്ന് പരിശോധിക്കും. ഇടുക്കിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനയും കാട്ടുപോത്തും. ഇരുമ്പുപാലത്ത് രാത്രിയിൽ കാട്ടുപോത്തെത്തി. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ വീടാക്രമിച്ചു. IPL ഇന്ന് കൊൽക്കത്ത ബംഗളൂരു പോരാട്ടം. മത്സരം രാത്രി 7:30 ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. വാർത്തകളിലേക്ക്.